അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കിന്ന് ഇവിടെ നല്ലൊരു മുട്ടപ്പവും ചിക്കൻ മപ്പാസുമായാലോ. പച്ചരി കഴുകിയിട്ട് 4 മണിക്കൂർ കുതിരാൻ വെച്ചെടുത്തതാണ്. ഈ ബൗളിന് 2 ബൗൾ പച്ചരി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ബൗൾ ചോറ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പാത്രത്തിൽ 1 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരിയും ചോറും നന്നായിട്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടാവില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ്. 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഇത്രയും വെള്ളം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി വെള്ളം മുഴുവനും ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പച്ചട്ടിയിലാണ് എണ്ണ വെച്ചിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഓരോ തവി മാവ് ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കുക ഒന്നും ചെയ്യരുത്, തന്നെ അങ്ങനെ പൊന്തി വന്നോളും. ഇതുണ്ടോ, അത്രയും പെട്ടെന്ന് എനിക്ക് പൊന്തി വരും. വന്ന ശേഷം നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ലേശം എണ്ണ ഒന്ന് തേവി കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ അപ്പം 2 പുറം നന്നായിട്ട് വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ഇതുപോലെ ഇത് മുഴുവനും ചുട്ടെടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അതിലേക്ക് ആവശ്യമായ ഒരു കടായി വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പട്ട, 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് മുളക് പൊടി ചേർക്കണ്ട. തക്കാളി ഇതിൽ കിടന്ന് ഉടഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് അതേപോലെ കിടന്നാൽ മതി. നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മസാല തേക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു താളിപ്പ് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എനിക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പവും ചിക്കൻ മപ്പാസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.